നമസ്കാരം. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാർ തന്നെയെന്ന് പറയുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. മാലിന്യം നീക്കാൻ മേയറിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് മേയർ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയാവുകയാണ്. പിണറായിക്ക് വലിയ പ്രതിസന്ധിയാവുകയാണ് മേയറുടെ ഈ ഏറ്റുപറച്ചിൽ. ജോയിയുടെ മരണത്തിന് കാരണം റെയിൽവേ ആണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കളും ഇടത് സൈബർ സഖാക്കളും ഒക്കെ പറഞ്ഞപ്പോൾ മേയർ തന്നെ ഇപ്പോൾ പറയുകയാണ് തങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന്. അതായത് ഒരു ഏറ്റുപറച്ചിലാണ്, ഒരു കുറ്റമേറ്റുപറച്ചിലാണ് മേയർ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ടാണ് ആമയിഴഞ്ചാൻ തോട്ടിലേക്കുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ മാലിന്യ നീക്കം തടഞ്ഞില്ലെന്ന കാരണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗണേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വരുന്ന സർക്കിളിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ കെ ഗണേഷ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തതായി ഇപ്പോൾ പുറത്തു വരുന്നത്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഗണേഷിനെ സസ്പെൻഡ് ചെയ്തത്. സ്വകാര്യ സ്ഥാപനത്തിലെ മാലിന്യ നീക്കം തടഞ്ഞില്ല, സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല തുടങ്ങിയ കാരണങ്ങൾ നിരത്തിയാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്ന രാജാജി നഗർ, പാളയം, തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടറായ ഗണേഷിനാണ്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഗണേഷിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായതായാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിയമം നടപ്പിലാക്കേണ്ട ആൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച ഒഴിയുന്നത് പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മേൽ കെട്ടിവെക്കാനുള്ള മേയറുടെ തന്ത്ര ശ്രമം കൂടിയാണ് ഇപ്പോൾ പാളിയിരിക്കുന്നതും പുറത്തു വരുന്നതും. ഇതിപ്പോ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും തന്നെയായിരിക്കും. കാരണം ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തന്നെ റെയിൽവേയെ കുറ്റം പറഞ്ഞും ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഉടൻ തന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ജോയിയുടെ സഹോദരന്റെ മകന് ജോലി നൽകുമെന്നും പാറശാല MLA CK ഹരീന്ദ്രനും മേയർ ആര്യ രാജേന്ദ്രനും കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത് ജോയിയുടെ മരണത്തിന് കാരണവും മാലിന്യം നീക്കുന്നതിനുള്ള അലംഭാവവും കാട്ടിയത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്, അതായത് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ എല്ലാം വിരൽ ചൂണ്ടുന്നത് മേയർ ആര്യ രാജേന്ദ്രനിലേക്ക് തന്നെയാണ്. അത് മാത്രമല്ല, ആ സമയത്ത് തന്നെയാണ് ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നും പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്കുള്ള വഴി ശരിയാക്കുമെന്നും അമ്മയ്ക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും സർക്കാർ പറഞ്ഞത്. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഈ തീരുമാനമെടുത്തത്. ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായി 3 ദിവസത്തിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം ലഭിച്ചത്. തകരപ്പറമ്പിലെ കനാലിൽ പൈപ്പിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ജോയിയുടെ മരണത്തിൽ റെയിൽവേയെ കുറ്റം പറഞ്ഞ സർക്കാരിനെതിരെ റെയിൽവേ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇത്രനാളും അനങ്ങാതെ കിടന്ന സർക്കാരിന് വാ തുറക്കാതിരിക്കാൻ കേന്ദ്രത്തിന്റെ നീക്കങ്ങളായിരുന്നു പുറത്തു വന്നത്. മാലിന്യ നീക്കത്തിനും പ്രശ്നപരിഹാരത്തിനുമായി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചാണ് കേന്ദ്ര സർക്കാർ പിണറായി സർക്കാരിന് തിരിച്ചടിയായത്. സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതടക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ കരങ്ങൾ ഇക്കാര്യത്തിൽ ഊർജ്ജമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നിർണായക നീക്കം വന്നിരിക്കുന്നത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവരുടെ നിർണായക നീക്കമാണ് ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ സംയുക്തമായ ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. കേരള സർക്കാരിന് അത്യന്തം നാണക്കേടാകുന്ന വിഷയമാണ് ഉണ്ടായത്. റെയിൽവേയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. നടന്ന കാര്യങ്ങൾ ഉന്നതതല ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നും ജോയിയുടെ അപകട കാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധനകൾക്ക് ശേഷം വ്യക്തമാക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന മാലിന്യങ്ങളാണ് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഉണ്ടായിരുന്നത്.